നമ്മുടെ റിയൽ എസ്റ്റേറ്റുകാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, കേൾക്കുക. ഒരു സ്ഥല കച്ചവടം നടക്കാൻ, കച്ചവടമൊക്കെ ഉറപ്പിച്ചു, പൈസ ഒക്കെ വാങ്ങി, ഉടമസ്ഥൻ ഒരാൾക്ക് വിറ്റു, അയാൾ വാങ്ങിച്ച് അവിടെ എന്തോ വീട് വെക്കാനോ മറ്റോ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാ നിധി കിട്ടുന്നത് ഒരു പൂജയിൽ ഒരു കലത്തിൽ നിറയെ സ്വർണ്ണ നാണയം. അന്നത്തെ ബാങ്ക് ലോക്കറുകൾ അങ്ങനെയാണ്, ഭൂമിയിലാ കുഴിച്ചിട. ആ ഒരു ഓർമ്മക്ക നമ്മൾ ഇന്നും ഏതെങ്കിലും ഭൂമിയിൽ നിധി ഉണ്ടോ എന്നൊക്കെ ആലോചിച്ചു പോകും. നിധിന്റെ എന്ന് പറയും മനുഷ്യന്മാര് ചാടി വീഴാണ്, കുറെ പറ്റിക്കപ്പെട്ടതും അല്ലാത്തതും കൊലപാതകങ്ങളും. സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു നിധി കിട്ടിയിട്ടുണ്ട്. നമ്മൾ മറ്റേ കഥന്റെ അടിയിലാണ്, തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. അപ്പോ നിധി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഇത് വിറ്റ ആളുടെ അടുത്തേക്ക് ഓടിപ്പോവാൻ ചോദിച്ചു, അല്ല നിങ്ങൾ എനിക്ക് തന്നത് ഭൂമിയോ അല്ല സ്വർണ്ണോ? ഭൂമി കച്ചവടം, ഭൂമിയല്ലേ നിങ്ങൾ വാങ്ങിച്ചത്, എന്നാലേ അതിന്റെ അകത്തുനിന്ന് എനിക്കൊരു പാത്രം നിറയെ സ്വർണ്ണ നാണയം കിട്ടിയിട്ടുണ്ട്, ദീനാറ് കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾ എടുക്കണം. അത് ഞാൻ എടുക്കൂല, വിറ്റ ആള്. അതെങ്ങനെ? നിങ്ങൾക്ക് ഞാൻ ഭൂമി വിറ്റില്ലേ? ഭൂമി വിറ്റപ്പോ അതിന്റെ ഉള്ളിലുള്ളതെല്ലാം നിങ്ങൾക്ക് തന്നെയല്ലേ, അതുകൊണ്ട് എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു, പറ്റില്ല, നിങ്ങളുടെ ഭൂമിയല്ലേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ, അതിനകത്തുള്ള സ്വർണം കച്ചവടത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇത് നിങ്ങൾക്കുള്ളതാ. ഞാൻ പറഞ്ഞു, ഞാൻ എടുക്കൂല. ഇങ്ങനത്തെ റിയൽ എസ്റ്റേറ്റ് കിട്ടൂലട്ടാ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നാട്ടിലൊക്കെയാണ് എന്നാ ഇരിക്കും, നമുക്ക് ആ കോൺട്രാക്ട് ഒന്നും കൂടെ ഒന്ന് മാറ്റി എഴുതണം. സെന്റിന് 2 ലക്ഷം വെച്ചത് 25 ലക്ഷം ആക്കാം, എന്നിട്ട് ആ കച്ചവടം അങ്ങ് മാറ്റി ഒന്ന് അടിക്കാന്ന് പറയും. വിറ്റാള് പറഞ്ഞു എനിക്ക് വേണ്ട, വാങ്ങിച്ചാള് പറഞ്ഞു എനിക്കും വേണ്ട. അപ്പോഴാണ് നീതിമാനായ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ വിഷയമെത്തി. അദ്ദേഹം ചോദിച്ചു, അല്ല നിങ്ങൾക്ക് പ്രായപൂർത്തിയെത്തിയ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ടോ? അപ്പൊ വാങ്ങിച്ചാള് പറഞ്ഞു എനിക്കൊരു മോളുണ്ട്, വിറ്റാള് പറഞ്ഞു എനിക്കൊരു മോനുണ്ട്. എന്നാ പിന്നെ എന്ത് ചെയ്യാ, ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കട്ടെ, എന്നിട്ട് അവരുടെ നിക്കാഹിന്റെ ചെലവ്, കല്യാണത്തിന്റെ ചെലവ് ഈ നിധിയിൽ നിന്നായിക്കൊള്ളട്ടെ, ഇത് രണ്ടാളുടെയും സ്വത്താണ് എന്ന് പറഞ്ഞ് അങ്ങനെ ആ പ്രശ്നത്തിന് പരിഹാരം കിട്ടിയത്. അല്ലെങ്കിൽ പരിഹാരം ഉണ്ടായിരുന്നില്ല. സുബ്ഹാൻ. ഇങ്ങനത്തെ ഒരു നന്മയാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചത്. ഇന്ന് പൈസക്ക് വേണ്ടി ഉമ്മാനോട് തെറ്റ്, വാപ്പാനോട് പിണക്കം, പെങ്ങളോട് തെറ്റ്, ജ്യേഷ്ഠനോട് തെറ്റ്, ആ 5 സെന്റ് എനിക്ക് വേണം, എനിക്കിത് കിട്ടിയില്ല, അതെനിക്ക് തന്നില്ല. ദുന്യാവിന് വേണ്ടി ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന കാലമാണിത്. മനുഷ്യൻ വിചാരിക്കുന്ന പൈസയാണല്ലോ, ഒന്നുമല്ല, പൈസ ഒന്നുമല്ല, പൈസയല്ല. ജീവിതത്തിലെ വലിയ സമ്പാദ്യം ഒരുപാട് സ്നേഹബന്ധങ്ങളാണ്, ഒരുപാട് സുഹൃത്തുക്കളാണ്, നല്ല അടുപ്പവും സ്നേഹവും, അതിലും വലിയ സമ്പാദ്യമില്ല. അങ്ങനെയാണ്. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഒരു കല്യാണം വന്ന് നടന്നൊരു ഹലാലായ കല്യാണം ഇരിക്കട്ടെ. വിവാഹവുമായുള്ള ചർച്ചയുടെ ഭാഗമായതുകൊണ്ട് അത് നമ്മുടെ ഈ ചർച്ചയിലേക്ക് നമ്മൾ ചേർത്ത് വായിച്ചു എന്ന് മാത്രം. മഹാനായ അല്ലാമ ഇബ്നു അഖീൽ അബുൽ വഫാ തങ്ങൾ പറയാണ്, അദ്ദേഹം നിർബന്ധിച്ചു പറഞ്ഞു എന്നോട് വല്ലതും വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു വേണ്ട. അങ്ങനെ ഞാൻ തിരിച്ചു പോവുകയാണ്. മക്കയിൽ നിന്ന് ഞാൻ പുറപ്പെട്ടു. ഞാൻ കപ്പൽ കയറുന്നു, എത്യോപ്യയിലേക്ക് പോകുന്ന ആ ഭാഗത്ത് നിന്ന് കപ്പൽ കയറുന്നു. അങ്ങനെ എന്റെ കപ്പൽ ചെന്നെടുക്കുമ്പോഴേക്കും എന്റെ കൂടെയുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ കടലിലെ അപകടങ്ങളിൽ വിഷമത്തിൽപ്പെട്ട് മരിച്ചുപോയിട്ടുണ്ട്. കുറെ ആളുകളെ കാണാതായിട്ടുണ്ട്. ഞാൻ എങ്ങനെയോ എന്റെ ആ മുറിയൻ കപ്പലുമായി ഒരു ദ്വീപിലേക്ക് എത്തിപ്പെട്ടു. അവിടെ മുസ്ലിമീങ്ങളുണ്ട്, ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്. മഹാന്മാരായ സാദാത്യങ്ങളും സഹാബത്തൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന പോലെ. ചെന്ന് നോക്കുമ്പോ കൊടുത്തു കഴിഞ്ഞു. കേൾക്കുന്നില്ല? ഉണ്ടോ? പള്ളി അടുത്തുണ്ടോ? മൊബൈൽ വാങ്ങായിരിക്കും. മൊബൈല പള്ളിയിൽ നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്തണം. അപ്പോ ഞാൻ ആ പള്ളിയിലേക്ക് ചെന്നു. ആ മരുഭൂമി, ആ ദ്വീപിലെത്തിപ്പെട്ടു. ആ ദ്വീപിലെ അവിടെ ഒരു പള്ളി കണ്ടു. ഞാൻ അവിടെ ചെന്നു നോക്കുമ്പോൾ അവിടെ കുറെ ആളുകളൊക്കെ നിസ്കരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. അങ്ങനെ അവരിങ്ങനെ പള്ളിയിലിരിക്കുമ്പോ ഞാനിങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ അവര് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ? ഞാൻ പറഞ്ഞു, ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വരികയാണ്. പക്ഷേ ഇവിടെ അറിയാതെ എത്തിപ്പെട്ടത്, എന്റെ നാട് ഇതല്ല. ഞാൻ അങ്ങ് എത്യോപ്യ വഴി കടന്നു പോകേണ്ട ആളാണ്. പക്ഷെ ഞാൻ ഇവിടെ എത്തിപ്പെട്ടതാണ്. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരൂ. കേൾക്കുന്ന മനസ്സിലാവുന്നില്ല അല്ലേ?
വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഇൽമിന്റെ മജ്ലിസ് അല്ലേ, ബാങ്കിനോടുള്ള ഇഹാനത്ത് ചെയ്യരുതെന്നാ, ബാങ്കിനെ എന്ത് ചെയ്യരുത്, നിസ്സാരപ്പെടുത്തരുത്, അങ്ങനെയല്ലല്ലോ. ഇൻഷാ അല്ലാഹ് നമ്മൾ തുടരാണ്. അപ്പോ പള്ളിയിലേക്ക് ചെന്നു. അവിടെ ആളുകൾ ഞാൻ ഖുർആൻ ഓതുന്ന കണ്ടപ്പോൾ ആളുകൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു തരോ? ഞാൻ പറഞ്ഞു, പഠിപ്പിച്ചു തരാം. അങ്ങനെ ഞാൻ ആ ദ്വീപുകാർക്ക് ഖുർആൻ പഠിപ്പിക്കുകയാണ്. പഠിപ്പിച്ചു, ഒരുപാട് ആളുകൾ പഠിച്ചു. അവരൊക്കെ എനിക്ക് പൈസ തന്നു. അങ്ങനെ എൻ്റെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടായി. പിന്നെ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾ ഇമാമ നിൽക്കോ? പറഞ്ഞു, നിൽക്കാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മുടെ അസംസ്കാരം ബാങ്ക് വിളിച്ചു. ഇൻഷാ അല്ലാഹ് വളരെ വൈകാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, സംസ്കരിക്കണം. യാത്രക്കാരായ ആളുകളുണ്ടെങ്കിൽ അവരതിന്റെ ആനുകൂല്യങ്ങൾ എടുക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ 1 മണിക്കൂർ കൂടെ വേണം സമയം. നേരം വൈകുകയാണെങ്കിൽ എന്ത് ചെയ്യാ, നിസ്കരിച്ച് വരാൻ പറ്റുന്നവർ പോയിട്ട് നിസ്കരിച്ചു വരാം. ഏതായാലും ഒരു 5 മണിയാവും ഇൻഷാ അല്ലാഹ്. 3 മണിക്കാണ് തുടങ്ങിയത്. 2 മണിക്കൂറൊക്കെ നോമ്പറ്റ് വേദാൻ പാടുള്ളൂ എന്നാ. അങ്ങനെയൊന്നുമില്ല, പക്ഷെ അത്രേ കഴിയുള്ളൂ ഇൻഷാ അല്ലാഹ്. സാരല്ല, നല്ല മഴ പെയ്യുന്നുണ്ട് മാഷാ അല്ലാഹ്. കാസർഗോഡർക്ക് നിഅമത്ത് അല്ലാഹ് കൊടുക്കട്ടെ. എമ്പാടും പ്രയാസമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള മഴയാക്കി തരട്ടെ. പ്രയാസങ്ങളൊന്നും വരരുത്. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വമനാബിതിശ് ശജർ. നമ്മള് കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോ ആദ്യം തങ്ങൾ പറയാം, നമ്മുടെ കാഞ്ഞങ്ങാട് തൈക്കടപ്പുറം നുസ്രത്ത് നഗറിൽ അവിടെ ഒരു പ്രായമുള്ള ഒരാള് മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഖബർ ഒരു കേടുപാടില്ലാതെ കണ്ടു എന്നൊരു വാർത്തപ്പെടുത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം നല്ലൊരു കർഷകനായിരുന്നു എന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ്. അപ്പൊ വലിയ കൂലിയുള്ള കാര്യമാണത്, നമുക്കൊക്കെ ചെയ്യാവുന്നതാണ്. വീട്ടിലൊക്കെ ചെറിയ ഒരു ഏക്കർ കണക്കിന് കൃഷി ചെയ്യണമെന്നൊന്നും നബി തങ്ങൾ പറഞ്ഞില്ല. ഒമൻ അഹ്യ അർദൻ മയ്യിത, നിർജീവമായ ഭൂമി, കൃഷിയൊന്നും ഇല്ലാത്ത സ്ഥലമാണ്, അവിടെ കൃഷി ഇറക്കി, വലിയ കൂലിയാണ്, വലിയ പ്രതിഫലമാണ്. അപ്പൊ അത് നമ്മൾ ചേർത്ത് വായിക്കാണ്. ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന ഒരുപാട് മഹാന്മാരും ഔലിയാക്കന്മാരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു മണ്ണുകൂടിയാണ് കാസർഗോഡിന്റെ മണ്ണ് എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ചെറുപ്പക്കാരോട് സാന്ദർഭികമായിട്ട് പറയട്ടെ, നമ്മൾ ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ചില ഷർട്ടിന്റെയും പാന്റിന്റെയും ഹെയറിന്റെ ഒക്കെ സ്റ്റൈല് കാണുമ്പോഴേ ഈ പാരമ്പര്യവുമായി നമുക്കൊരു ബന്ധമില്ലാത്ത പോലെയൊക്കെ നമ്മൾ കളിക്കുന്നുണ്ടോ എന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നും ആവരുത്. എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു പാരമ്പര്യത്തിന് വരുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ആ ലെഗസി നമ്മൾ കാത്തു സൂക്ഷിക്കണം ഇൻഷാ അല്ലാഹ്. മഹാനായ ഇബ്നു അഖീൽ തങ്ങൾ പറയുന്നു, ഞാൻ ആ പള്ളിയിൽ ചെല്ലുന്നപ്പോ മുമ്പെന്നോ ആ മുത്തുകളുടെ കിഴി കിട്ടിയത് വാങ്ങിച്ചു പോയ ആ വൃദ്ധൻ, ഞാൻ അയാളുടെ നാടറിയില്ല, അയാളുടെ പേരറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ ഞാൻ ആ പള്ളിയിൽ ഇങ്ങനെ താമസിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞപ്പോ ഞാനെന്തോ ഒരു കിതാബ് കണ്ടപ്പോ എടുത്തു നോക്കി. ആ കിതാബ് ഇങ്ങനെ വായിക്കുമ്പോ നാട്ടുകാർ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എഴുതാൻ അറിയോ? ആ എഴുതാനറിയും. എന്നാ ഞങ്ങൾക്കൊക്കെ എഴുത്ത് പഠിപ്പിച്ചു തന്നൂടെ? തീർച്ചയായും എഴുത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ എനിക്ക് കുറെ ഒരു പൈസ തന്നു. അങ്ങനെ എന്റെ അടുത്ത് ഒരുപാട് പൈസയായി. ബഹുമാനപ്പെട്ടവർ പറയാം, അങ്ങനെ ഞാൻ അവിടെ വർഷങ്ങളോളം ജീവിച്ചപ്പോഴാണ് ഒരാള് വന്നിട്ട് എന്നോട് പറഞ്ഞത്, നാട്ടുകാരൊക്കെ പറഞ്ഞു, അല്ല നിങ്ങൾക്കൊരു കല്യാണം കഴിക്കണ്ടേ? നാട്ടിലെ ഖത്തീബ് ഉസ്താദിനൊക്കെ മഹലിൽ നിന്ന് കല്യാണം കഴിച്ചു വിടുമല്ലോ. അപ്പൊ മഹല്ലുകാര് ചോദിക്കുകയാണ്, കല്യാണം കഴിക്കണ്ടേ? പറഞ്ഞില്ല. പിന്നെ ആവാം, അത് പറ്റില്ല, ഞങ്ങളെ നാട്ടിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കണം. ഒരു യതീമച്ചായൊരു മോളുണ്ട്, ചെറുപ്പക്കാരിയായൊരു പെൺകുട്ടിയുണ്ട്. അവളുടെ വാപ്പ മരിച്ചു പോയിരിക്കുന്നു. അവരുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്. അവൾക്ക് ഒരൽപ്പം സമ്പത്ത് അവർ ബാക്കി വെച്ചു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലാഹു ഇൽമിന്റെ സമ്പാദ്യം തന്നതുകൊണ്ട് ആ സമ്പത്തുള്ള കുഞ്ഞിനെ നിങ്ങൾ തന്നെ കല്യാണം കഴിക്കണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ മുഴുവൻ ആഗ്രഹം. മാഷാ അല്ലാഹ്. ഇങ്ങനെയൊക്കെ നാട്ടുകാരെ ഒരു ഉസ്താദിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. മാഷാ അല്ലാഹ്. അപ്പോ അദ്ദേഹം പറഞ്ഞു, എന്നായിക്കോട്ടെ. അവരെ കല്യാണം കഴിച്ചു, നിക്കാഹ് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. പുതുനാരിയായി അവർ അണിയിച്ചൊരുക്കി ഇവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നോക്കുമ്പോ കഴുത്തിലെ ഒരു മനോഹരമായ മുത്തുമാലയുണ്ട്. ആ മാലയിലേക്ക് തന്നെ നോക്കുന്നു, മാലയിലേക്ക് തന്നെ നോട്ടം. അപ്പൊ ബന്ധുക്കളൊക്കെ ചോദിച്ചു, അല്ല നിങ്ങൾ ഈ പുതിയവണ്ണിനെ നോക്കാതെ ഈ മാലയിലേക്ക് കുറെ നേരമല്ല നോക്കാൻ തുടങ്ങിയിട്ട്, ഇത് എന്താണ് കഥ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഇത് അന്ന് മക്കയിൽ എനിക്ക് കളഞ്ഞു കിട്ടിയ ഒരു മാലയുണ്ട്. ഇതേ മാല
ഇതേ മുത്തുകൾ, ആ ചുവന്ന ആ ത്രെഡ് പോലും, ആ നൂല് പോലും അതിലുണ്ട്, അതുപോലും മാഞ്ഞു പോയിട്ടില്ല. ആ ചുവന്ന നൂലിൽ കോർത്തെടുത്ത മണിമുത്തുകളുള്ള ഈ മാല എന്റെ കയ്യിൽ മക്കയിൽ പണ്ടൊരിക്കൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കതിങ്ങനെ ഓർമ്മ വന്നതാണ്. അപ്പൊ എല്ലാവരും അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലാണ്. എല്ലാരും തക്ബീർ ചൊല്ലി. എന്തേന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയണോ ഇബ്നു അഖീൽ, ഈ പെൺകുട്ടിയുടെ ബാപ്പ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നതിന്റെ ശേഷം ഞങ്ങളോടൊക്കെ കഥ പറഞ്ഞു. എന്റെ ഈ മുത്തുകളുടെ മുത്തുമാലയുടെ കിഴി എനിക്ക് നഷ്ടപ്പെട്ടു പോയ കഥ പറഞ്ഞു അദ്ദേഹം. എന്നിട്ട് അത് തിരിച്ചു കൊടുത്ത നല്ല മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞൊരു നല്ലൊരു ചെറുപ്പക്കാരൻ, ഞാൻ 500 ദിർഹം പകരം കൊടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞു. നഷ്ടപ്പെട്ടത് തിരിച്ചേൽപ്പിക്കൽ എന്റെ ബാധ്യതയാണ്, ബാധ്യതയ്ക്ക് എന്തിനാണ് പൈസ വാങ്ങേണ്ടതെന്ന് പറഞ്ഞ് എന്നോട് പൈസ വാങ്ങാതെ പോയ ഒരു നല്ല ചെറുപ്പക്കാരന്റെ കഥ ഞങ്ങളോട് ഈ കുട്ടിയുടെ വാപ്പ പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, മാ വജദ്തു ഫിദ്ദുനിയാ മുസ്ലിമൻ ഇല്ലാ ഹാദല്ലദീ റദ്ദ അലയ്യൽ അഖദ. എന്റെ മാല എനിക്ക് തിരിച്ചു നൽകിയ ഈ ചെറുപ്പക്കാരനല്ലാതെ ഒരു മുസ്ലിമിനെ ഞാൻ വസ്വത്തൊരു മുസ്ലിമിനെ വേറെ കണ്ടിട്ടില്ല. നല്ല ലക്ഷണമുള്ളൊരു മുസ്ലിം ഇവൻ തന്നെ, ഈ മാല തന്നവൻ. ആ ഉപ്പ ദുആ ഇറക്കുമായിരുന്നു, അല്ലാഹുമ്മ ജമഅ ബൈനി വബൈനഹു ഹത്താ ഉസവ്വിജഹു ബിബനതി. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരനെ എന്നെങ്കിലും ഒരു കാലത്ത് എനിക്ക് കാണിച്ചു തരണമേ. എന്റെ പൊന്നുമോളെ ഞാൻ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് റബ്ബേ. ആ ചെറുപ്പക്കാരനെ കൺമുമ്പിലേക്ക് എത്തിക്കുമോ എന്ന് ഈ വൃദ്ധനായി മരിച്ചുപോയ വാപ്പ എന്നും ദുആ ഇറക്കാറുണ്ടായിരുന്നു. ഞങ്ങളത് കേട്ടവരാണ്. ആ പ്രാർത്ഥനയാണ് ഇവിടെ സംഭവിച്ചത്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ഉലമാ പറയും, നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അതനുസരിച്ചാണ് അല്ലാഹു അമൽ കൊണ്ടുവരുന്നത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹുവിന് വേണ്ടി ചാരിത്രശുദ്ധി സൂക്ഷിക്കുകയും അല്ലാഹുവിനെ ഉദ്ദേശിച്ച് വ്യഭിചാരത്തിലേക്ക് പോകാതിരിക്കുകയും കണ്ണുകളെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് കൺകുളിർമയുള്ള ജീവിതം അല്ലാഹു അവരറിയാതെ അവരുടെ മുമ്പിലേക്ക് റബ്ബ് കൊണ്ടുകൊടുത്തതിന്റെ മകുടോദാഹരണമാണ് പണ്ഡിത ലോകത്ത് പ്രസിദ്ധമായ ഈ സംഭവം. അല്ലാമ അബുൽ വഫാ ഇബ്നുൽ അഖീൽ തങ്ങളുടെ സംഭവം, സ്വന്തം ജീവിതാനുഭവമാണിത്. അള്ളാഹു മുമ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ അന്നൊരു സത്യസന്ധത കാണിച്ചില്ലേ, ആ സത്യസന്ധതക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണിത്. മുത്തനബി തങ്ങൾ പറയുമായിരുന്നു, ഇദാ അതാകും മൻ തർളൗന ദീനഹു വഅമാനതഹു ഫസവ്വിജൂ. ആരെയാണ് പുതിയാപ്ലയായി സ്വീകരിക്കേണ്ടതെന്നറിയുമോ? ആരാ പുതിയാപ്ലയായി സ്വീകരിക്കേണ്ടത്? നമ്മൾ അങ്ങനെ കല്യാണം ആലോചിക്കുമ്പോ ആദ്യം എന്താ നോക്കുക? നമ്മൾക്ക് സത്യം ഉള്ളതുപോലെ പറയാം, ഉള്ളതുപോലെ പറയാം. എന്താ പറയാ? എന്താ വരുമാനം അല്ലേ? ചെറുപ്പക്കാരൻ എന്താ വരുമാനം? ആദ്യം ആള് ഓക്കെയാണ്, കാണാനൊക്കെ ഓക്കെയാണ്. പിന്നെന്താ വരുമാനം? ബൈക്കുമ്പോ അങ്ങനെ തിരിച്ചു മറിച്ചും ചെറുക്കള കാസർഗോഡ് ട്രിപ്പടിക്കലാണോ പണി? അല്ല, എന്തേലും ജോലി ഉണ്ടോ? എന്തേലൊക്കെ പണിയെടുത്ത് ജീവിക്കുകയാണോ? കച്ചവടം ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഗൾഫിലാ. മുമ്പൊക്കെ ഗൾഫിലെന്ന് പറഞ്ഞാൽ അവിടെ വീണു. അങ്ങനെയൊന്നുമില്ല. ഗൾഫൊക്കെ ഒരു ആൾക്കാരെ കണ്ടുവന്നതാ. അവിടെ എന്താ പണിയെന്ന് ചോദിക്കും. ഏത് കമ്പനിയാന്ന് ചോദിക്കും. ഫാമിലി സ്റ്റാറ്റസ് ഉണ്ടോ ചോദിക്കും. എപ്പോഴാ ലീവ്? 6 മാസം ലീവ് ഉണ്ടോ? കൊല്ലത്ത് ലീവ് ഉണ്ട്, ഇവരെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇതൊക്കെ അറിഞ്ഞിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. തെറ്റാണെന്ന് പറയല്ല, അതൊക്കെ നോക്കാം. ദീൻ കഴിഞ്ഞതിന്റെ ശേഷം, അമാനത്ത് വിശ്വസ്തത കഴിഞ്ഞതിന്റെ ശേഷം, ഇദാ അതാകും മൻ തർളൗന ദീനഹു വഅമാനതഹു. മഹാനായ ഇബ്നു അഖീൽ എന്നവർ ആ മാല തിരിച്ചു കൊടുത്ത അമാനത്ത്, സത്യസന്ധത. ആ പുതിയാപ്പിളയെ ജീവിതത്തിൽ കണ്ടുമുട്ടുമോ എന്ന് പോലും വിചാരിക്കാത്ത ആ മനുഷ്യൻ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ജ്മഅ ബൈനി വബൈനഹു. റബ്ബേ, മക്കയിൽ ഞാൻ എന്റെ കയ്യിലെ എല്ലാ സമ്പാദ്യം കൊണ്ടുപോയി നഷ്ടപ്പെട്ടപ്പോ എന്റെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിച്ച ആ ചെറുപ്പക്കാരനെ ഒന്ന് എത്തിച്ചു തരുമോ? അവനാണ് മുസ്ലിം, അവനാണ് മുസ്ലിം. മാ റഅയ്തു മുസ്ലിമൻ ഇല്ലല്ലദീ ആദ ഇലയ്യ അഖദി. എന്റെ മാല തിരിച്ചു തന്ന ഈ ചെറുപ്പക്കാരനല്ലാതെ മാ റഅയ്തു മുസ്ലിമാ, വേറെ ഒരു മുസ്ലിമിനെ ഞാൻ കണ്ടില്ല. എന്തെന്നറിയോ? മുസ്ലിമിന്റെ പ്രത്യേകത ഈ വിശ്വസ്തതയാണ്, അമാനത്താണ്. പൈസ ഏൽപ്പിച്ചാൽ അതിന്റെ ഹക്ക് പ്രകാരമേ അവൻ കൈകാര്യം ചെയ്യൂ. ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫദാലിക്കൽ മുസ്ലിം, അതാണ് മുസ്ലിം. നമ്മുടെ സദസ്സിൽ, നമ്മുടെ നാടിൽ, നമ്മുടെ ചുറ്റുപാടിൽ, ഈ നഗരത്തിൽ, നമ്മുടെ ജില്ലയിൽ നമുക്ക് സത്യസന്ധരായി ഇത്തരം ചെറുപ്പക്കാരെ എത്ര പേരെ കിട്ടും എന്നതാണ് വിഷയം. പൈസ ഏൽപ്പിച്ചാൽ നിസ്കരിക്കാൻ റെഡിയാണ്, ഖിയാമുൽ ലൈൽ റെഡിയാണ്, സ്വലാത്തും ദിക്റും ഒക്കെ റെഡിയാണ്. പൈസ ഏൽപ്പിച്ചാൽ കഴിഞ്ഞു.
വലിപ്പിന്റെ അടുത്ത് നിർത്താൻ പറ്റൂല എന്നാ പറയാ. ഡ്രോവറിന്റെ അടുത്ത് പൈസ ഇടുന്നോടത്ത് നിർത്താൻ പറ്റൂല. ബാക്കി എല്ലാ ജോലിക്കാളും ഒക്കെയാണ്. ആളുടെ വാല്യൂ സീറോ, ബിഗ് സീറോ. വട്ടപൂജയാണെന്ന് ആളുടെ വില ഇല്ല എന്ന, ദീനിൽ വിലയില്ല. അമാനത്ത് വേണം, അമാനത്ത് വേണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ മുബാറക് എന്നവർ 2 വർഷം മുന്തിരിത്തോട്ടം നോക്കുകയും ആ തോട്ടത്തിൽ നിന്ന് ഒരു മുന്തിരി പോലും കടിച്ചു നോക്കാതെ മുതലാളി ഒരിക്കൽ തിരിച്ചു വന്നപ്പോ മുന്തിരി കൊണ്ടുവരൂ എന്ന് പറയുകയും 2-3 തവണ കൊണ്ടുപോയി കൊടുത്തത് പുളിച്ച മുന്തിരിയായപ്പോ മുബാറക്കെ ഇതിൽ പുളിയുള്ളതേതാ മധുരമുള്ളതേതാ എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് യാ സയ്യിദി യാ മൗലായി, എന്റെ നേതാവേ, ഉടമസ്ഥനെ, ഈ തോട്ടത്തിന്റെ അടിമയായി ജോലി ചെയ്യുന്ന എന്നെ നിങ്ങൾ ഏൽപ്പിച്ചത് തോട്ടം നോക്കാനല്ലയോ, മുന്തിരി തിന്നാൻ അനുമതി നൽകിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇതിൽ പുളിയേതാ മധുരമേതാ എന്ന് എനിക്കറിയില്ല, ഞാൻ തിന്നു നോക്കിയിട്ടില്ല. 2 വർഷമായി ഒരു മുന്തിരി പോലും ഞാൻ തിന്നു നോക്കിയിട്ടില്ല. അപ്പോഴാണ് ഈ മുബാറക് എന്നവർക്ക് മുതലാളി സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മുതലാളി കല്യാണം കഴിച്ചെടുത്തു. സ്വന്തം മോളോട് പറഞ്ഞു, മോളെ, എനിക്കൊരു പുതിയാപ്പിളയുണ്ട്. ആരാണെന്നറിയോ? എന്റെ ഉപ്പ. ആരാണ്? മുബാറക്കാണ് മോനെ. എന്റെ ഉപ്പാക്ക് ഇഷ്ടായോ? ഉപ്പാക്ക് ഇഷ്ടമായി മോളെ. എന്തുകൊണ്ടുപ്പാ? എന്തുകൊണ്ട് മുബാറക് എന്ന അടിമയെ, വലിയൊരു മുതലാളിയുടെ മോളെ എന്തിന് കല്യാണം കഴിച്ചു കൊടുക്കണം? മോളെ, മുബാറക്കിനെ പോലെ അമാനത്ത് സത്യസന്ധത കാണിച്ച ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഉപ്പാക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ് ഉപ്പ. അങ്ങനെ കല്യാണം കഴിഞ്ഞ ആ ഭാര്യ ഭർത്താവിൽ നിന്നുണ്ടായ മോനാണ് ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതൻ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. അമാനത്തായിരുന്നു, വിശ്വസ്തതയാണ്. ജീവിതത്തിൽ അത് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കൽ അനിവാര്യമാണ്. ഇദാ അതാകും മൻ തർലൗന ദീനഹു വ അമാനതഹു ഫസവ്വിജു. നിങ്ങൾ ആർക്കെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ ദീനീ ബോധവും അവന്റെ വിശ്വസ്തതയും ഇഷ്ടമായാൽ കല്യാണം കഴിച്ചു കൊടുത്തോളൂ. പിന്നെ വീട്ടിക്ക് കാറ് കയറോ വണ്ടി പോവോ ഇതൊന്നും നോക്കണ്ട. അതൊന്നും ശറയിൽ പറയേണ്ട കാരണമല്ല. വീട്ടിക്ക് വണ്ടി പോകൂല അതൊന്നും പറഞ്ഞിട്ടില്ല, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇദാ അതാകും മൻ തർലൗന ദീനഹു വ അമാനതഹു ഫസവ്വിജു. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ വിശ്വസ്തതയും ദീനും ഇഷ്ടപ്പെട്ടാൽ. എന്തുകൊണ്ട് വിശ്വസ്തത? കല്യാണം കഴിച്ച് മുങ്ങുന്ന പുതിയാപ്പിളാരുണ്ട്. 2-3 കല്യാണം കഴിച്ച് ഓരോ ജില്ലയിൽ പോയിട്ട് ഓരോ കല്യാണം. ആ കിട്ടിയ സമ്പത്തിന്റെ ഒരൊറ്റ മുങ്ങലാണ്. അമാനത്തില്ല ഒന്ന്. ദീനുണ്ടെങ്കിൽ അവളെ ഇഷ്ടപ്പെട്ടാൽ നല്ല നിലക്ക് അവളുടെ കൂടെ ജീവിക്കും. അവളോട് വെറുപ്പാണെങ്കിൽ അവളെ ബുദ്ധിമുട്ടാക്കില്ല, നല്ല നിലക്ക് തൊലാക്ക് ചൊല്ലും. പെണ്ണുങ്ങളെ തൊലാക്ക് ചൊല്ലുന്നുമില്ല, വേറെ കല്യാണം കഴിക്കാൻ അവളെ വിടുന്നുമില്ല, ഇവനറ്റ് വിടുന്നുമില്ല, ഉപദ്രവിക്കാൻ, മെന്റലി ടോർച്ചർ ചെയ്യാൻ, മാനസികമായി പീഡിപ്പിക്കാൻ. അതൊന്നും ദീനുള്ള ചെറുപ്പക്കാര് ചെയ്യൂല. നമ്മളൊന്ന് യോജിച്ചു പോവില്ലേ മോളെ? എന്നാ പിന്നെ എന്ത് ചെയ്യാ? ഹക്കമൻ മിൻ അഹ്ലിഹി വ ഹക്കമൻ മിൻ അഹ്ലിഹാ. നമ്മുടെ മുതിർന്ന കാരണവന്മാരെന്ന് ചർച്ച ചെയ്യട്ടെ. നമ്മൾ തമ്മിൽ തുടർന്നു പോകാൻ കഴിയുമോ ഇല്ലയോ? സാധ്യമല്ലെങ്കിൽ ത്വലാഖാണ് നമ്മുടെ പരിഹാരം. അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചിരിക്കണം. നമ്മൾ പിരിയുകയാ, നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടട്ടെ, എനിക്കൊരു നല്ല പെണ്ണിനെയും കിട്ടട്ടെ, മഅസ്സലാമ. ഇത് പറഞ്ഞ് സമാധാനപരമായി പിരിയേണ്ട കേസ് വരും. അങ്ങനെ സമാധാനപരമായി പിരിയണമെങ്കിൽ ഇവന് ദീന് വേണം, അല്ലെങ്കിൽ കോടതി ഇടപെടുത്തും. പെണ്ണും അങ്ങനെയാണ്. പെണ്ണുങ്ങളും പെണ്ണിന്റെ കൂട്ടക്കാരും പ്രത്യേകിച്ച് മനസ്സിലാക്കുക. നമ്മളൊക്കെ കല്യാണം കഴിച്ചു പോകുമ്പോൾ നമ്മുടെ പെങ്ങന്മാരുടെ വിഷയം വരുമ്പോ കുടുംബ കോടതിയിലേക്ക് പീഡന കേസ്. ആര് പീഡിപ്പിച്ചു എന്നായി പറയുന്നത്? പച്ച സാധുവായ പുതിയാപ്പിളന്റെ ഉമ്മ, പച്ച സാധുവായ പുതിയാപ്പിളയുടെ പെങ്ങള്, വല്യമ്മ പീഡിപ്പിച്ചു, പുതിയാപ്പിള പീഡിപ്പിച്ചു. ഒന്നും ചെയ്തിട്ടില്ല. ഇവരോട് ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് തോക്കിലേക്ക് ആദ്യം വെടിവെക്കുക. നഷ്ടപരിഹാരം 10 ലക്ഷം. നഷ്ടപരിഹാരം പുതിയാപ്പിളക്ക് ഇങ്ങോട്ടായിരിക്കും ചിലപ്പോൾ കൊടുക്കാനുണ്ടാവുക. പക്ഷേ എന്തായാലും വിവാഹ വിഷയത്തിൽ പെണ്ണിന് അനുകൂലമായിരിക്കും വിധി പറയുക എന്ന ഒരു ധിക്കാരത്തിൽ പച്ചയായ നുണ പറഞ്ഞ് പച്ചയായ കള്ളക്കേസുണ്ടാക്കി എന്റെ മുമ്പിനെ ദുന്യാവ് രക്ഷപ്പെട്ടാൽ മതിയോ? ആഖിറം രക്ഷപ്പെടണ്ടയോ? ആഖിറം രക്ഷപ്പെടണ്ടയോ? എത്ര കുടുംബമാണ് കള്ളക്കേസിൽ കുടുങ്ങി കിടക്കുന്നത്? പച്ചയായ നുണ. നന്മയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു ഉമ്മ, നല്ല വാക്കുകളല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഇനി എങ്ങാനും മോശപ്പെട്ട പറഞ്ഞുപോയി എന്ന് വിചാരിക്കുക. മനുഷ്യന്മാരില്ലേ? ആരാ അയ്യുർ റിജാലിൽ മുഹദ്ദബു? ആരാ ഒരു തെറ്റും ചെയ്യാത്തവരാരാ ഉള്ളത്? ഇങ്ങനെ പൊറുക്കേണ്ടടുത്തും ക്ഷമിക്കേണ്ടടുത്തും അതിനൊരുങ്ങാതെ കോടതി വരാന്തകളിലേക്ക് കേസുകൾ നീങ്ങുന്നത് ദീനില്ലാത്തതിന്റെ കുഴപ്പമാണ്. പെണ്ണിന് ദീന് വേണം, പെണ്ണിന്റെ വാപ്പാക്ക് ദീന് വേണം, ആങ്ങൾക്ക് ദീന് വേണം. ഒരു മനുഷ്യന് ഞാൻ എന്തിനു ദുൽമ ചെയ്യണം? വിധങ്ങൾ പറയുന്നു, ഇന്ന അശ്റഅ അശ്ശർരി ഉഖൂബതൻ ഇൻദല്ലാഹ്.
അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും കടുത്ത ശിക്ഷ വളരെ പെട്ടെന്ന് വരുന്ന രണ്ട് തെറ്റുകളാണുള്ളത്. രണ്ട് തെറ്റുകൾക്കാണ് അശ്റഉൽ ഉഖൂബ, തെറ്റുകൾക്ക് അള്ളാഹു ഉടനെ ശിക്ഷ കൊടുക്കുന്ന രണ്ട് തെറ്റുകളാണുള്ളത്. പ്രത്യേകം മനസ്സിലാക്കി വെക്കുക, രണ്ടെണ്ണമാണ്. ഒന്ന് അൽ ബഗ്യു വ ഖതീഅത്തുർ റഹിമി, ഒന്ന് അക്രമം ചെയ്യലാണ്. ഒരു മനുഷ്യനെ പറ്റി ഇല്ലാത്തത് ആരോപിച്ച മനുഷ്യനെ കേസുകളിൽ കൊടുക്കുക, ബുദ്ധിമുട്ടാക്കുക, പീഡിപ്പിക്കുന്നത്, ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്നത് അക്രമം ചെയ്യുന്നതാണ്. വഖതീഅത്തുർ റഹ്മി, സ്വന്തം രക്തബന്ധത്തോട് കുടുംബബന്ധം മുറിച്ചു കളയലും അള്ളാഹുവിന്റെ മുമ്പിൽ ഗുരുതരമായ തെറ്റും വളരെ പെട്ടെന്ന് അതിന്റെ ശിക്ഷ വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന അസ്റഅ സവാബ്, പ്രതിഫലം ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് അള്ളാഹു കൂലി തരുന്നത് സ്വലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കലുമാണ്. പിരിഞ്ഞു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ചേരുന്നു, തെറ്റി നിന്നിരുന്ന ഉമ്മയോട് വാപ്പയോട് പിണക്കം തീർക്കുന്നു. റമളാനല്ലേ ഉമ്മ പുറത്തു തരണേ, ഉമ്മ മാപ്പാക്കി തരണേ, അങ്ങനെ പറയാ. നന്നായി തീരാ, കുടുംബമാണ്. കല്യാണം കഴിച്ചാലും അല്ലെങ്കിലും കുടുംബമാണ്, എല്ലാം കുടുംബമാണ്. കല്യാണം കഴിച്ച പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ഉമ്മയും വാപ്പയും അവൾക്ക് രണ്ടാമതൊരു വാപ്പയും രണ്ടാമതൊരു ഉപ്പയുമായി. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യയുടെ മാതാപിതാക്കൾ ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആരാണ്? ഉമ്മയാണ്, വാപ്പയാണ്. ത്വലാഖ് ചൊല്ലിയാൽ പോലും മുറിയാത്ത ബന്ധമാണ്. നിക്കാഹിന്റെ ബന്ധം നമുക്കറിയാം. തൊട്ടാ ഒന്നും മുറിയില്ല എന്നല്ലേ പറയാ. സ്വന്തം ഉമ്മയെ തൊട്ടാ ഒന്നും മുറിയാത്ത പോലെ ഭാര്യ മാതാവിനെ തൊട്ടാ ഒന്നും മുറിയില്ല. ഭാര്യയെ ത്വലാഖ് ചൊല്ലിയതിന്റെ ശേഷമാണെങ്കിൽ തന്നെയും അത്രയും വലിയ ബന്ധമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സദസ്സിലിരിക്കുമ്പോ ഈ സദസ്സിൽ ആരെങ്കിലും സ്വന്തം കുടുംബത്തോട് പിണങ്ങി നിൽക്കുന്നുണ്ടോ, സദസ്സിന് എഴുന്നേറ്റ് പോകണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറയല്ല, നമുക്ക് സദസ്സിൽ കസാല മൊത്തം കാലിയായി പോയ പ്രശ്നമാവും ചിലപ്പോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, എണീറ്റ് പോയിക്കോളിയത്. സ്വന്തം കുടുംബത്തോട് ചോരബന്ധമുള്ള ആളുകളോട് പിണങ്ങിയ മുഴുവൻ ആളുകളും എഴുന്നേൽക്കണമെന്ന് പറഞ്ഞപ്പോ സദസ്സിന്റെ അങ്ങേ മൂലയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പോയി. നേരെ ഉപ്പയുടെ പെങ്ങള്, അമ്മായി എന്നല്ലേ പറയാ കാസർഗോഡൊക്കെ മന പെങ്ങൾക്ക്. അപ്പൊ എന്താ പറയാ, കുഞ്ഞുമ്മ. കുഞ്ഞുമ്മ, അത് ശരി. അമ്മായി ആരപ്പോ? അമ്മായി ഉമ്മക്ക് അമ്മായി എന്ന് പറയാം അല്ലേ. കുഞ്ഞുമ്മ. അപ്പൊ മൂത്തമ്മയാണെങ്കിലോ മൂത്തമ്മ. ഉപ്പാന്റെ പെങ്ങള്. നിങ്ങൾ മലപ്പുറത്തൊക്കെ അമ്മായി എന്നാ പറയാ. നിങ്ങൾ പറയണ അമ്മായിക്ക് അമ്മായി ഉമ്മ എന്നും പറയും, ഭാര്യയുടെ ഉമ്മാക്കേ. അപ്പൊ കുഞ്ഞുമ്മേ മൂത്തമ്മേ, മനസ്സിലാകുമല്ലോ, അങ്ങനെ പറഞ്ഞ പോരെ. അപ്പൊ അവരുമായൊരു പിണക്കുണ്ടായിരുന്നു ചെറുപ്പക്കാരന്. നേരെ ചെന്നിട്ട് പറഞ്ഞു, കുഞ്ഞുമ്മ പൊരുത്തപ്പെടണേ. എന്തേ മോനെ ഇപ്പൊ നന്നായി? ഒന്നുമില്ല, അബൂ ഹുറൈറ തങ്ങളുടെ ക്ലാസ് അവിടെ നടക്കുന്നുണ്ട്, അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു, പിണക്കുള്ളവരൊക്കെ എഴുന്നേറ്റ് പോയിക്കോ എന്ന് പറഞ്ഞു. സ്വന്തം ചോരബന്ധത്തോട് പിണങ്ങിയവരൊക്കെ എഴുന്നേറ്റ് പോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ പോന്നുമ്മ, അബൂ ഹുറൈറ തങ്ങൾ പറയല്ലേ, നബിന്റെ സ്വഹാബിയല്ലേ, ഞാൻ എഴുന്നേറ്റ് പോന്നു. മോനെ, അബൂ ഹുറൈറ തങ്ങളോട് പോയിട്ട് തിരിച്ചു ചോദിക്ക്, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ പൊരുത്തപ്പെട്ടു മോനെ, പൊരുത്തപ്പെട്ടു, നന്നായി. കുഞ്ഞമ്മ പൊരുത്തപ്പെട്ടു കൊടുത്തു. ഇത് നേരെ വന്ന് അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, മഹാനായ അഷ്റഫുൽ ഹൽഖ തങ്ങളുടെ സ്വഹാബിയായവരെ, അങ്ങയുടെ സദസ്സിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോയി, എന്റെ കുഞ്ഞുമ്മയോടെ പിണക്കുണ്ടായിരുന്നു, പിണക്കൊക്കെ തീർന്നിരിക്കാൻ. എന്റെ കുഞ്ഞുമ്മ ചോദിക്കാൻ പറഞ്ഞു, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ പറഞ്ഞു, സമിഅതു ഖലീലി റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, എന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ലാ യുൻസിലു റഹ്മതഹ, അല്ലാഹുവിന്റെ കാരുണ്യം അല്ലാഹു ഫീ ഖൗമിൻ, ഒരു സമൂഹത്തിലേക്ക് ഇറക്കുകയില്ല, വഫീഹിം ആഖ്, സ്വന്തം മാതാപിതാക്കളോടോ മാതാപിതാക്കളുടെ ചോരബന്ധമുള്ളവരോടോ പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് വരികയില്ലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ എഴുന്നേറ്റ് പോകാൻ വേണ്ടി പറഞ്ഞതെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. കല്യാണം കഴിച്ചതിൽ പിന്നെ പെങ്ങളോട്, ഉമ്മയോട്, കുടുംബത്തോട്, മാതാപിതാക്കളോട് പിണക്കമായി കഴിഞ്ഞവർ ഓർക്കുക. വിവാഹം നടക്കുന്ന 28 വയസ്സുവരെ 30 വയസ്സുവരെ പോറ്റി വളർത്തിയ സ്നേഹം തന്ന, വൈകുന്നേര സമയത്ത് തളർന്നു വരുമ്പോഴോ കളി കഴിഞ്ഞു വരുമ്പോഴോ പാതിരാക്ക് കൂട്ടുകാട് കൂടെ കറങ്ങിത്തിരിഞ്ഞു വരുമ്പോഴോ നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു തന്ന് വീട്ടിലുള്ള ഭക്ഷണം വെച്ചു തന്ന് നിങ്ങളെ സുബഹിക്ക് വിളിക്കാൻ വന്ന പ്രിയപ്പെട്ട ഉമ്മയെ കല്യാണം കഴിച്ചതിന്റെ ശേഷം എന്തുകൊണ്ട് കാണാൻ പറ്റാതെയായി, എന്തുകൊണ്ട് പിണക്കമായി, എന്തുകൊണ്ട് ഉമ്മ നിങ്ങൾക്ക് ശത്രുവായി, ആ വീട്ടിൽ നിന്ന് മാറിപ്പോവണമെന്നായി? വല്ലാത്ത അത്ഭുതമാണ്. മുൻകാലത്ത് നമ്മുടെ വീടുകളിൽ സൗകര്യമുണ്ടോ? ഇല്ല.
ഒറ്റ റൂം, ഒരു ഹാള്, അല്ലെ ഉമ്മാക്ക് വാപ്പാക്ക് റൂം, പിന്നെ അടുക്കള, കഴിഞ്ഞു. കുട്ടികളെ ഓടിയിട്ട് ഒറ്റ ഓട്ടം, കഴിഞ്ഞോ, ആ റൂം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ആ വീടിനുള്ളിലാണ് പെങ്ങളും പെങ്ങളുടെ മക്കളും വാപ്പയും വാപ്പയുടെ അനുജനും അമ്മായും എല്ലാവരും ഒരുമിച്ച് എല്ലാവിധ പരിമിതികളും മറന്ന് സ്നേഹമെന്ന ഒരൊറ്റ പരിധിക്കുള്ളിൽ നിന്ന് അടുക്കളയിലും ബെഡ്റൂമിലും ഹാളിലും വരാന്തകളിലും ഒക്കെയായി സ്നേഹത്തോടുകൂടെ കഴിഞ്ഞിരുന്ന ഒരു വീട്, ഒറ്റ വീട്.